ആയിരുന്നു. അത് കടലിൽ അത് കടലിൽ വെച്ച് ആഘോഷങ്ങളൊന്നും കൂടാതെ അനുസ്മരിക്കപ്പെട്ടു. അന്നേ ദിവസം തന്നെ കപ്പൽ കൊച്ചി തുറമുഖത്തെത്തി. അവിടെ വെച്ച് നേരത്തെ ബോംബെയിൽ നിന്നും വന്നെത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ശ്രീമദ് ഭാഗവതം ട്രങ്കുകൾ ഒന്നൊന്നായി കപ്പലിലേക്ക് കയറ്റുകയും ചെയ്തു. 23-ാം തീയതി ആയപ്പോഴേക്കും കപ്പൽ ചെങ്കടലിൽ പ്രവേശിച്ചിരുന്നു. അപ്പോൾ ഭക്തിവേദാന്ത സ്വാമിക്ക് കടുത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹം ഡയറിയിൽ എഴുതി: മഴ, കടൽ ചുരുക്ക്, തലവേദന, ശീതമാന്ദ്യം, ദഹനമില്ലായ്മ, ഛർദി. 2 ദിവസങ്ങൾക്കിടയിൽ 2 ഹൃദയാഘാതങ്ങൾ തുടർച്ചയായി വന്നു ഭവിച്ചു. തന്റെ ദൗത്യത്തിന്റെ ലക്ഷ്യത്തെ ഓർത്ത് അദ്ദേഹം എല്ലാ ദുരിതങ്ങളും സഹിച്ചു വരികയായിരുന്നു. എന്നാൽ തീവ്രമായ ഈ 2 ഹൃദയാഘാതങ്ങൾ തുടർച്ചയായി വന്നുപെട്ടപ്പോൾ ഇനി തനിക്ക് നാളുകൾ അധികമില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. തീർച്ചയായും മൂന്നാമതൊരിക്കൽ ഇങ്ങനെ ഉണ്ടായാൽ പിന്നെ തനിക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ലെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ ആ 2-ാം ദിവസത്തെ രാത്രിയിൽ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായൊരു സ്വപ്നാനുഭവം ഉണ്ടായി. ഭഗവാൻ കൃഷ്ണൻ തന്റെ നിരവധി രൂപങ്ങളിൽ വിളങ്ങിക്കൊണ്ട് ഒരു നൗക തുഴഞ്ഞു വരികയാണ്. അദ്ദേഹം ഭക്തിവേദാന്ത സ്വാമിയോട് ഇപ്രകാരം പറഞ്ഞു: വിഷമിക്കേണ്ട, എന്റെ കൂടെ വന്നാൽ മാത്രം മതി. അങ്ങനെ ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണം തന്റെ കൂടെ ഉണ്ടെന്ന് ഭക്തിവേദാന്ത സ്വാമിക്ക് ബോധ്യമാവുകയും ചെയ്തു. ആ ഹൃദയാഘാതങ്ങൾ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നതുമില്ല. സെപ്റ്റംബർ 1-ാം തീയതി കപ്പൽ സുയസ് കനാൽ മുഖം പ്രവേശിച്ച് 2-ാം തീയതി പോർട്ട് സയ്യദ് എന്ന സ്ഥലത്ത് നങ്കൂരമിട്ടു. ഭക്തിവേദാന്ത സ്വാമി ക്യാപ്റ്റനോടൊപ്പം നഗരം ചുറ്റിക്കണ്ടു. ആ നഗരം അദ്ദേഹത്തിന് നന്നേ ഇഷ്ടപ്പെട്ടു. 6-ാം തീയതി ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഒരുവിധം മെച്ചപ്പെടുകയും അസുഖം ബാധിച്ച ശേഷം ആദ്യമായി സ്വന്തം കൈയാൽ പാകം ചെയ്ത പൂരിയും കിച്ചടിയും അടങ്ങുന്ന ആഹാരം സാധാരണ ക്രമമനുസരിച്ച് കഴിക്കുകയും ചെയ്തു. തന്റെ ആരോഗ്യനില അല്പാൽപ്പം മെച്ചപ്പെട്ടു വരുന്നതായി തന്റെ ഡയറിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. സെപ്റ്റംബർ 10 വെള്ളിയാഴ്ച. ഇന്ന് കപ്പൽ വളരെ ശാന്തമായി സഞ്ചരിക്കുകയാണ്. ഇന്ന് ഞാൻ കുറച്ചുകൂടി സ്വസ്ഥനാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട വൃന്ദാവന ധാമത്തിൽ നിന്നും എന്റെ നാഥന്മാരായ ശ്രീ ഗോപിനാഥ, രാധാ ദാമോദര മൂർത്തികളിൽ നിന്നുമെല്ലാം ദൂരെയായത് കാരണം അത്യധികം വിരഹം അനുഭവിക്കുകയാണ്. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്നും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലാമൃതങ്ങളുടെ മാധുര്യം ഞാൻ രുചിക്കുന്നുവെന്നതാണ് ഏക ആശ്വാസം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞയുടെ പരിണാമ ഫലമായി വന്നിരിക്കുന്ന ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ മാത്രമാണ് ഞാൻ ഭാരതഭൂമി വിടുന്നത്. എനിക്ക് സ്വന്തമായി ഒരു യോഗ്യതയൊന്നുമില്ലെങ്കിലും ആ ദിവ്യ പൂജ്യ ഗുരുനാഥന്റെ ആജ്ഞ നിറവേറ്റുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഞാനിപ്പോൾ വൃന്ദാവനത്തിൽ നിന്നും അകലെയാണെങ്കിലും ഈ അവസ്ഥയിൽ അവരുടെ കാരുണ്യത്തെ ഞാൻ പൂർണ്ണമായും അവലംബിക്കുന്നു. 1965 ആ സമുദ്രയാത്ര ജലദൂതയെ സംബന്ധിച്ച് വളരെ ശാന്തമായ ഒന്നായിരുന്നു. തന്റെ നാവിക ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്രയും ശാന്തമായി അറ്റ്ലാന്റിക് സമുദ്രത്തെ താൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ പാണ്ഡ്യ അത്ഭുതം കൂറി. ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യമാണെന്നായിരുന്നു ശ്രീ ഭക്തിവേദാന്ത സ്വാമിയുടെ മറുപടി. ക്യാപ്റ്റന്റെ ഭാര്യ മിസ്സിസ് പാണ്ഡ്യ പറഞ്ഞു: തിരകളുള്ള യാത്രയിലും തങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെങ്കിൽ ഇതും ഇതുപോലെ തന്നെ ശാന്തമായ ഒന്നാകുമല്ലോ. ഭക്തിവേദാന്ത സ്വാമി ഡയറിയിൽ എഴുതി: അറ്റ്ലാന്റിക് സമുദ്രം അതിന്റെ യഥാർത്ഥ രൂപം പുറത്തെടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഞാനിവിടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ ഭഗവാൻ കൃഷ്ണൻ സ്വയം കപ്പലിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. കൊൽക്കത്തയിൽ നിന്ന് 35 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ജലദൂത 1965 സെപ്റ്റംബർ 17-ാം തീയതി അതിരാവിലെ 5:30 ബോസ്റ്റണിലെ കോമൺവെൽത്ത് പിയറിൽ എത്തിച്ചേർന്നു. ന്യൂയോർക്ക് നഗരത്തിലേക്ക് യാത്ര തുടരുന്നതിന് മുമ്പായി ബോസ്റ്റണിൽ വളരെ കുറച്ച് സമയം മാത്രം കപ്പൽ നിർത്തിയിടുകയായിരുന്നു ഉദ്ദേശം. ബോസ്റ്റണിൽ ഭക്തിവേദാന്ത സ്വാമിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയനാകേണ്ടി വന്നു. വിസ
പ്രകാരം അദ്ദേഹത്തിന് 2 മാസത്തെ താമസത്തിനാണ് അവകാശമുണ്ടായിരുന്നത്. അവിടുത്തെ ഓഫീസർ അദ്ദേഹത്തിന്റെ മടക്കയാത്രയ്ക്കുള്ള തീയതി മുദ്ര പതിച്ചു കൊടുക്കുകയും ചെയ്തു. ബോസ്റ്റണിലൂടെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ ക്യാപ്റ്റൻ പാണ്ഡ്യ ഭക്തിവേദാന്ത സ്വാമിയെ വിളിച്ചു. അവിടെ നിന്ന് ക്യാപ്റ്റൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവർ ഒരു നടപ്പാതയിലൂടെ കടന്ന് തിരക്കേറിയ ഒരു വാണിജ്യ മേഖലയിൽ എത്തിച്ചേർന്നു. അവിടെ പഴയ പള്ളികൾ, ചരക്ക് സംഭരണശാലകൾ, ഔദ്യോഗിക മന്ദിരങ്ങൾ, ബാറുകൾ, പലതരത്തിലുള്ള പുസ്തകശാലകൾ, നിശാ ക്ലബ്ബുകൾ, ലഘുഭക്ഷണശാലകൾ എന്നിവയെല്ലാം കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഭക്തിവേദാന്ത സ്വാമി നഗരത്തെ നിരീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ബോസ്റ്റണിലെ ഈ ഹ്രസ്വകാല സന്ദർശനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യമായി അമേരിക്കയിൽ അദ്ദേഹം കാലുകുത്തിയിരിക്കുന്നു എന്നതുകൂടാതെ കോമൺവെൽത്ത് പിയറിൽ വെച്ച് മാർക്കിനോ ഭാഗവത ധർമ്മ കൃഷ്ണാപബോധ പ്രചരണം അമേരിക്കയിൽ എന്ന തലക്കെട്ടിൽ ബംഗാളിൽ അദ്ദേഹം ഒരു കവിത രചിച്ചു എന്നതാണ്. അന്ന് കപ്പലിൽ വെച്ച് അദ്ദേഹം എഴുതിയ ആ കവിതയുടെ പ്രസക്ത വരികൾ ചുവടെ ചേർക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ, അങ്ങ് ഈ നിരൂപയോഗ്യനായ ആത്മാവിനോട് ഇത്രയേറെ കരുണ കാട്ടി. എന്നാൽ അങ്ങ് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങ് എന്താഗ്രഹിക്കുന്നുവോ അപ്രകാരം എന്നെ പ്രവർത്തിതോമുഖനാക്കാം. എനിക്കിവിടെ എന്തോ ചെയ്യാനായതുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനാണ് ഈ ഭയാനകമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്? ഇവിടുത്തെ ജനവിഭാഗത്തിൽ ഏറിയ പങ്കും രജസ്സമോ ഗുണങ്ങളാൽ മൂടപ്പെട്ടവരാണ്. ഭൗതിക ജീവിതത്തിൽ മുഴുകി തങ്ങൾ സംതൃപ്തരുമാണെന്ന് അവർ സ്വയം വിചാരിക്കുന്നു. അതുകൊണ്ട് അവർ വാസുദേവന്റെ ആധ്യാത്മിക സന്ദേശത്തിൽ ഒട്ടും അവരതെങ്ങനെ മനസ്സിലാക്കും എന്നതിനെക്കുറിച്ച് ഞാനും അജ്ഞനാണ്. എന്നാൽ അങ്ങയുടെ അതിരില്ലാത്ത കാരുണ്യത്താൽ എന്തും സാധ്യമാകുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഏറ്റവും ഗൂഢതത്വജ്ഞാനനാണല്ലോ. ഭക്തിയുത സേവനത്തിന്റെ പക്വഭാവങ്ങൾ അവർ എങ്ങനെ മനസ്സിലാക്കാനാണ്? അല്ലയോ ഭഗവാനെ, എനിക്ക് അങ്ങയുടെ സന്ദേശം അവരിൽ എത്തിക്കുവാൻ കഴിയുമാറ് അങ്ങയുടെ കരുണയ്ക്കായി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഹരേ കൃഷ്ണ. കണ്ടിന്യൂ ചെയ്തു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മതി. നമ്മുടെ പ്രഭുജി എത്തിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഗോപിജന വല്ലഭ ഗിരിവരധാരി ജയ ഗോപിജന വല്ലഭ ഗിരിവരധാരി യശോദ നന്ദന പ്രജ ജനರಂಜന യശോദ നന്ദന പ്രജ ജനರಂಜന ಯಮುನ ತೀರ ವನಚಾರಿ ಯಮುನ ತೀರ ವನಚಾರಿ ಜಯ ರಾಧಾ ಮಾಧವ ಕುಂಜ ಬಿಹಾರಿ ಜಯ ರಾಧಾ ಮಾಧವ ಕುಂಜ ಬಿಹಾರಿ ಜಯ ಶ್ರೀ ಕೃಷ್ಣ ಚೈತನ್ಯ ಪ್ರಭು ನಿತ್ಯಾನಂದ ಪ್ರಿಯ ದ್ವೈತ ಗದಾಧರ ಶ್ರೀವಾಜಾರಿ ಗೌರ್ ಭಕ್ತವೃಂದ ಹರೇ ಕೃಷ್ಣ 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 ಹರಿ ಹರಿ ಹರೇ ರಾಮ 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 ಹರಿ ಹರಿ ಹರೇ ಕೃಷ್ಣ 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 ಹರಿ ಹರೇ ಹರೇ ರಾಮ 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 ಹರಿ ಹರೇ ಹರೇ ಕೃಷ್ಣ 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 ಹರಿ ಹರೇ ಹರೇ ರಾಮ 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 ಹರಿ ಹರೇ ಜಯ ಕೃಷ್ಣ ಬಲರಾಮ್ ಜಯ ಕೃಷ್ಣ ಬಲರಾಮ್ ಕೃಷ್ಣ ಬಲರಾಮ್ ಜಯ ಕೃಷ್ಣ ಬಲರಾಮ್ ಜಯ ಗೌರನಿತಾಯ್ ಜಯ ಗೌರನಿತಾಯ್ ಗೌರನಿತಾಯ್ ಜಯ ಗೌರನಿತಾಯ್
Nitai Gaura Hari Bol, Hari Bol, Hari Bol, Nitai Gaura Hari Bol, Nitai Gaura Hari Bol, Hari Bol, Hari Bol, Nitai Gaura Hari Bol. Om Namo Bhagavate Vasudevaya, Om Namo Bhagavate Vasudevaya, Om Namo Bhagavate Vasudevaya. Hari Om Talsat. Hare Krishna. ഇന്ന് നമ്മളെ ഭഗവത്ഗീത യഥാരൂപം അധ്യായം 5 കർമ്മയോഗം കൃഷ്ണാബോധത്തിൽ പ്രവർത്തനം ശ്ലോകം 29 5:29 ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതേ ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതേ ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. ശാന്തി മൃച്ഛതി. ഭാവാർത്ഥം ജയ ശീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്. പ്രപഞ്ചത്തിൽ മായാശക്തിയാൽ ബദ്ധരായി തീർന്ന ജീവാത്മാക്കൾ എല്ലാം തന്നെ ശാന്തി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടുന്നത് എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഇവിടെ ഭഗവത്ഗീത പ്രഖ്യാപിക്കുന്നത്. ശാന്തി നേടാനുള്ള ശ്രേഷ്ഠമായ വഴി ഇതാണ്. മാനുഷിക പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം കൃഷ്ണ ഭഗവാനാണ്. സർവ്വലോകങ്ങളുടെയും തദ്വാസികളായ ദേവന്മാരുടെയും അധിപതിയായ സർവോത്കൃഷ്ടനായ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ സേവനത്തിനായി മനുഷ്യർ തങ്ങളുടെ സർവസ്വവും അർപ്പിക്കണം. എല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനാണ് കൃഷ്ണൻ. അദ്ദേഹം ദേവസത്തമന്മാരായ ബ്രഹ്മാവിനും ശിവനും ഉപരിയത്രേ. തമീശ്വരാണാം പരമം മഹേശ്വരം എന്നാണ് വേദങ്ങൾ ശ്വേതാപുരുഷനത്തിൽ പറയുന്നത്. ഭഗവാനെ വാഴ്ത്തുന്നത് അങ്ങനെയാണ്. ഭഗവാനെ വാഴ്ത്തുന്നത് മായാമോഹിതരായ ജീവാത്മാക്കൾ തങ്ങൾ ചുറ്റും വീക്ഷിക്കുന്ന എന്തിന്റെയും അതീശത്വത്തിന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഭഗവാന്റെ ഭൗതിക ശക്തിക്ക് അധീനരാണ് അവർ. ഭൗതിക പ്രകൃതിയുടെ നാഥനാണ് കൃഷ്ണ. ബദ്ധരായ ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾക്ക് അധീനരും. ഈ നഗ്നസത്യം മനസ്സിലാക്കാതെ ഈ ലോകത്തിൽ ആർക്കും ഒറ്റയ്ക്കോ കൂട്ടായോ ശാന്തി നേടാൻ കഴിയില്ല. കൃഷ്ണാബോധത്തിന്റെ പൊരുൾ ഇതാണ്. കൃഷ്ണ ഭഗവാനാണ് പരമാധികാരി. ദേവന്മാരുൾപ്പെടെ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിന്റെ ആശ്രിതരും. തികഞ്ഞ കൃഷ്ണാബോധം കൊണ്ടേ പൂർണ്ണ ശാന്തി ലഭിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഓമജ്ഞാനത്തിമിരന്തശേജനാഞ്ചനാശലകയാ ചക്ഷുരുന്മേലസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമ ഓം വിഷ്ണുപദായ കൃഷ്ണപുസ്തക ഭൂതലെ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരി വാണിപ്രചാരിണി നിർവിശ്വസി പാശ്ചാത്യ ദേശധാരി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസരി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം മൃച്ഛതി. ശാന്തി മൃച്ഛതി. നമ്മളെല്ലാവരും തന്നെ ഒരു 10-50 പ്രാവശ്യങ്ങളിൽ ഈ ശ്ലോകം കേട്ടിട്ടുണ്ടോ മിനിമം, അല്ലെ? ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണ്. അവിടെ എന്താ പറയുന്നത്, പ്രഭുപാദ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഈ ലോകത്ത് എന്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഏതൊരു പ്രവർത്തനത്തിന്റെയും പ്രത്യേകിച്ച് നല്ല പ്രവർത്തനങ്ങളുടെ ഫലമുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം കിട്ടും, ചീത്ത ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചീത്ത ഫലം കിട്ടും. അതിനെ യജ്ഞ തപസ്സം എന്ന് പറയും, അല്ലെ? ഭോക്താരം യജ്ഞ തപസ്സാം. യജ്ഞവും തപസ്യവും അത് നല്ലതാണ്. അവ പുണ്യപ്രവർത്തനങ്ങളാണ്, അല്ലെ? യജ്ഞം ചെയ്യുന്നതും തപസ് ചെയ്യുന്നതും എന്താണ്? പുണ്യപ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു പുണ്യപ്രവർത്തനങ്ങളുടെ എല്ലാ ഫലങ്ങളും അതിന്റെയൊക്കെ ആസ്വാദകൻ ആരാണ്? നമ്മളല്ല, പിന്നെയോ ഭഗവാൻ കൃഷ്ണനാണ്. ഭോക്താരം യജ്ഞ തപസാം. അതിന്റെയൊക്കെ ഭോക്താവ് ആരാണ്? സർവലോക മഹേശ്വരം. ഭഗവാൻ എല്ലാ ഗ്രഹങ്ങളുടെയും ഉടമസ്ഥനാണ്, അല്ലെ?
മഹേശ്വരനാണ്, ഈശ്വരനാണ്, ഉടമസ്ഥനാണ്. ഈ ഭൂമി മാത്രമല്ല, എണ്ണമറ്റ ഗ്രഹങ്ങളുണ്ട്, അല്ലെ? കോടിക്കണക്കിന്, കോടാനുകോടി ഗ്രഹങ്ങളുണ്ടെന്നാ പറയാം, അല്ലെ? എണ്ണമറ്റ പ്രപഞ്ചങ്ങളുണ്ട്, നമുക്ക് എണ്ണാൻ പറ്റില്ല. ഈ പ്രപഞ്ചങ്ങളുടെ എല്ലാം ഉടമസ്ഥൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. പിന്നെ എന്താണ്? സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം. സുഹൃതം സർവഭൂത, അല്ലെ? ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഒരേ ഒരു സുഹൃത്താണ്, അല്ലെ? സുഹൃതം സർവഭൂതാനം, അല്ലെ? നമ്മള് പലരെയും സുഹൃത്തായിട്ടൊക്കെ കണക്കാക്കും. പക്ഷെ ഒരാവശ്യം വരുമ്പോഴാണ് അറിയാം അവര് സുഹൃത്താണോ, അല്ലെ, ശത്രുവാണോ. സുഹൃതം, ഹൃദയത്തിനോട് അടുത്ത് ആളിനെയാണ്, അല്ലെ, സുഹൃതം, അല്ലെ, സുഹൃത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഹൃദയമായിട്ട് ബന്ധമുള്ള ആളാണ്, അല്ലെ? നമുക്ക് ഹൃദയമായിട്ട് സംസാരിക്കുന്നവരെയാണ് നമ്മള് സുഹൃത്ത് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള സുഹൃത്ത് നമുക്ക് ഒരുപാടുണ്ടെന്ന് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ വിശ്വസിക്കും. പക്ഷേ അവരെല്ലാവരും നമ്മളെ ഇട്ടുപോയാലും നമുക്ക് ആരുണ്ടാവും സുഹൃത്തായിട്ട്? ഭഗവാൻ ഉണ്ടാവും, അല്ലെ? അപ്പൊ സുഹൃതം സർവഭൂതാനം ജ്ഞാത്വാം മാം ശാന്തി മൃച്ഛതി, അല്ലെ? ആരും ഉടമസ്ഥരല്ല. ഇപ്പോ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ ഞാനാണോ, അല്ലെ? എന്നിട്ട് വിചാരിക്കും ഇവിടെ ഒരു ഏക്കർ സ്ഥലമുണ്ട്, അത് എന്റേതാണെന്ന് വിചാരിക്കും, അല്ലെ? ചിലപ്പോൾ വിചാരിക്കും ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്, ഉടമസ്ഥനാണ് എന്ന് വിചാരിക്കും, അല്ലെ? ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ഈ ഗ്രഹത്തിന്റെ തന്നെ ഉടമസ്ഥനാണ്. ചിലർ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്, അല്ലേ? അല്ലെ? എന്നെല്ലാവരും അവകാശപ്പെടുന്നു. ഈ ഗ്രഹം മാത്രമല്ല, മറ്റു പല ഗ്രഹം. എന്നാൽ ഇത് തെറ്റാണ്, അല്ലെ? ഇതൊന്നും നമുക്കുള്ളതല്ല. യഥാർത്ഥത്തിൽ ആരാണ് ഉടമസ്ഥൻ? പരമേശ്വരനാണ്, ഭഗവാൻ കൃഷ്ണനാണ്, അല്ലെ? നാം ഭഗവാന്റെ വീട്ടിലെ അതിഥി മാത്രമാണ്, താൽക്കാലികമായിട്ട് താമസിക്കുന്ന ഒരു വാടകക്കാരനാണ്, അല്ലെ? വാടക കൊടുക്കാതെ താമസിക്കുന്ന ആളാണ്, അല്ലെ? വാടകയ്ക്ക് നമ്മളെ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ വാടക കൊടുക്കുന്നില്ല, അല്ലെ? ചിലരൊക്കെ വാടക കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് വാടക കൊടുക്കുക? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാനെ പ്രേമിക്കുന്നു, ഭഗവാനെ സ്നേഹിക്കുന്നു, ഭഗവാന്റെ സേവകൾ ചെയ്യുന്നു, അല്ലെ? ഭഗവാന്റെ നാമം പറയുന്നു, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നു, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നു, ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ വാടക കൊടുക്കുക. അപ്പൊ ഇതൊന്നും ചെയ്തില്ലെങ്കിലോ നമ്മൾ ആ വാടക കൊടുക്കുന്നില്ല എന്നർത്ഥം, അല്ലെ? ഫ്രീ ആയിട്ട് താമസിക്കുക ചീറ്റിംഗ് ആണ്, അല്ലെ? നമ്മൾ ഭഗവാന്റെ സ്വത്ത് അപഹരിച്ച് ജീവിക്കുകയാണെന്ന് അർത്ഥം. അപ്പോ നാം ഭഗവാന്റെ വീട്ടിലെ അതിഥി മാത്രമാണ്, നാം ഉടമസ്ഥരല്ല. ഈ ബോധം വളർത്തിയെടുക്കണം. കൃഷ്ണനാണ് ഉടമസ്ഥൻ, അല്ലെ? അല്ലെങ്കിൽ ഭഗവാൻ പരമേശ്വരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനാണ് ഉടമസ്ഥൻ. ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ വസ്തുതയാണ്. നാം അതിഥിയാണ്. നാം വെറും ഇവിടെ അതിഥിയായിട്ടാണ്, ഗസ്റ്റ് ആയിട്ടാണ് വന്നത്. ഇവിടെ വരുന്നത്, അല്ലെ, ഈ ഭൂമിയിൽ അതിഥിയായി വന്നിട്ട് ഏതാനും വർഷങ്ങളായി. ചിലപ്പോ 100 വർഷമായി കാണും, ചിലപ്പോൾ 50 വർഷമായി കാണും, ചിലപ്പോൾ 10 വർഷമായി കാണും, ചിലപ്പോൾ 20 വർഷമായി കാണും, അല്ലെ? അത് കഴിഞ്ഞാലോ, നമ്മുടെ 100 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 50 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 90 വർഷം കഴിഞ്ഞാൽ നമ്മള് ഈ സ്ഥലം വിടുകയാണ്, അല്ലെ? ഈ സ്ഥലം നമ്മൾ വിട്ടുപോവുകയാണ്. അപ്പോൾ നമ്മളെ ഉടമസ്ഥനാണെങ്കിൽ, നമ്മൾ ഈ വീട്ടിന്റെ ഉടമസ്ഥനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പോകുമ്പോ, അല്ലെ, നമ്മൾ വിട്ടു പോകുമ്പോ നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകത്തില്ല, അല്ലേ? പക്ഷെ എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല ഇവിടം വിട്ടു പോകുമ്പോ, അല്ലെ? അപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇതിന്റെ ഒന്നും ഉടമസ്ഥനല്ല, ഇത് വേറെ ആർക്കുള്ള, ഇത് ഭഗവാന്റേതാണ്, അല്ലെ? അതുകൊണ്ട് ത്യാഗത്തിന്റെയും പരിത്യാഗത്തിന്റെയും പ്രശ്നമില്ല. നമ്മൾ എന്തോന്ന് ത്യജിക്കാനാണ്? നമുക്കൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തോന്ന് ത്യജിക്കാനാണ്, അല്ലെ? നമ്മളൊന്നും പരിത്യജിക്കുന്നില്ലല്ലോ. കാര്യം എന്താണ്? ഇതൊന്നും നമുക്കുള്ളതല്ല. പിന്നെ ഭോഗത്തിന്റെയോ ആസ്വാദനത്തിന്റെയോ ചോദ്യമില്ല. കാരണം നാം ഉടമസ്ഥനല്ല. അതിനാൽ നമുക്ക് ആസ്വദിക്കാനോ ത്യജിക്കാനോ കഴിയില്ല. ചിലരൊക്കെ എന്ന് വാദിക്കും, അല്ലെ, ഞാൻ അത് ഭഗവാന് വേണ്ടി കൊടുത്തു, വേണ്ടെന്ന് വിചാരിച്ചു, അല്ലെ? എന്ത് കൊടുത്തു എന്നായി പറയുന്നത്? നമുക്കുള്ളതല്ലല്ലോ, ഇതൊക്കെ ഭഗവാന്റെ തന്നെയല്ലേ, പിന്നെ എന്തോ നമുക്ക് കൊടുക്കാൻ, അല്ലെ? ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. നമുക്ക് ഒരുപാട് അബദ്ധ ചിന്തകൾ എങ്ങനെയുണ്ട്. പക്ഷെ സത്യം മനസ്സിലാക്കണം, ഇതൊന്നും നമുക്കുള്ളതല്ല. ഇതെല്ലാം നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഭഗവാനായിട്ട് നമുക്ക് തന്നതാണ് ഇത്. നീ സന്തോഷിച്ചോളൂ, നീ ആനന്ദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ്, അല്ലെ? അതിനാൽ ത്യാഗം അല്ലെങ്കിൽ ആസ്വാദനം രണ്ടും നിയമവിരുദ്ധമാണ്. ത്യാഗം, അല്ലെ, എല്ലാം ഭഗവാനുള്ളതാണ്. അതിനാൽ എല്ലാം ഭഗവാൻ സേവനത്തിന് വേണ്ടി വേണം നമ്മൾ ഏർപ്പെടുത്താൻ, അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട്.
ഇതാണ് യഥാർത്ഥ അറിവ്. അതെന്നാണോ നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. അല്ലേ? ഇത് എന്റേതാണ്, അല്ലെ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വിഷമം വരുന്നത്. അല്ലേ? പക്ഷെ അത് എന്റേതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം ഭഗവാന്റേതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാല്, അല്ലെ, ആ ഇന്ദ്രിയം അല്ലെ നമ്മെ നയിക്കും. അല്ലെ, ഞാൻ ആസ്വാദകനല്ല എന്ന് നമ്മൾ അറിയാം. അപ്പൊ ആരാണ് ആസ്വാദകൻ? ഭോക്താരാം യജ്ഞതപസം സർവ്വലോക മഹേശ്വരം. എല്ലാത്തിന്റെയും ഭോക്താവ് ആരാണ്? ഭഗവാൻ മാത്രമാണ്. ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ്, വേറെ ആരുമില്ല. അല്ലെ? അപ്പൊ അങ്ങനെ എന്റെ ഇന്ദ്രിയ പ്രീതി, എന്റെ കോപം, എന്റെ കാമം എല്ലാം അവസാനിച്ചു. ഒന്നും എനിക്കുള്ളതല്ല, എല്ലാം ഈശ്വരൻ്റെതാണ്, ഭഗവാന്റേതാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ എല്ലാം ഒറ്റയടിക്ക് തീർന്നു. അല്ലെ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. എനിക്കത് ആസ്വദിക്കണമെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. ഞാനത് അവഗണിക്കുകയാണെങ്കിൽ അതും നിയമവിരുദ്ധമാണ്. അല്ലെ? അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ? ഇല്ല. ജഗൻ മിഥ്യ, ഈ ലോകം മിഥ്യ, എനിക്കത് വേണ്ട, ഞാൻ ഹിമാലയത്തിലേക്ക്, കാട്ടിലേക്ക് പോകട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ അതും എന്താണ്? നല്ലതല്ല. നമ്മളെല്ലാം കൃഷ്ണന്റെ ഉദ്ദേശത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കണം. കാരണം എല്ലാം കൃഷ്ണന്റേതാണ്, ഭഗവാന്റേതാണ്. അത് നമ്മുടെ കടമയാണ്. അല്ലെ? അതാണ് കൃഷ്ണാബോധം. കാരണം ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. അത് നമ്മൾ മനസ്സിലാക്കിയാല്, അല്ലെ, നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ്. ഇപ്പോ ഞാൻ ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അല്ലെ, ഈ ലാപ്ടോപ്പ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഇപ്പോഴത്തെ മോഡേൺ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ പുരോഗതികളാണ്. പക്ഷെ ഇതും ഭഗവാന്റെ സ്വത്താണ്. അല്ലെ? അത് ഞാൻ കൃഷ്ണ സേവനത്തിനായി ഉപയോഗിക്കും. അല്ലെ? നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലെ? അതാണ്, അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ എന്ന് നാം ചിന്തിക്കണം. അതാണ് ശരിയായ വിനിയോഗം. അപ്പോ അതെന്തായി? അത് എന്താണ്? ആത്മീയമായി കൃഷ്ണാർപ്പണം, സർവ്വലോക മഹേശ്വരനായി. അല്ലെ? എല്ലാ യാഗങ്ങളുടെയും തപസ്സുകളുടെയും ആത്യന്തിക ലക്ഷ്യമായി എന്നെ അറിയുന്ന ഋഷിമാർ, അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും ദേവതകളുടെയും പരമാത്മാവ്, എല്ലാ ജീവജാലങ്ങളുടെയും ഉപകാരിയും അഭ്യുദയകാംക്ഷിയും ഭൗതിക ദുരിതങ്ങളുടെ വേദനയിൽ നിന്ന് ശാന്തി നേടുന്നു. അപ്പൊ ഇതൊന്നും നമ്മുടെ അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടബോധം തോന്നില്ല. എനിക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ല. അല്ലെ? ലോകമെമ്പാടുമുള്ള ഉടനീളമുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരൻ സൃഷ്ടിച്ചതാണെന്ന് ഭാഗവതത്തിൽ നാം കണ്ടെത്തും. അതിനാൽ അത് ഉപയോഗിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. എന്നാൽ നാം ഉടമസ്ഥാവകാശം ക്ലെയിം ചെയ്താൽ അത് തെറ്റ് ചെയ്യും, അത് തെറ്റാണ്. അല്ലെ? നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും, നമ്മൾ വിഷമിക്കും. നമുക്ക് അവ ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ ഒരു ദോഷവുമില്ല. അതിനുവേണ്ടിയാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. അല്ലെ? അത് നമുക്ക് ഭഗവാൻ തന്നിരിക്കുക. ഭഗവാൻ നമുക്ക് വേണ്ടത്ര കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ നാം എന്തിനാണ് കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ലോകം കഷ്ടപ്പെടുന്നത്? കാരണം നാം അത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ലെ? ഉപയോഗിക്കാനായിട്ട് ഭഗവാൻ തന്നെയാണ് തന്നത്. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താണ്? നമ്മളത് കൈവശപ്പെടുത്തി വെച്ചേക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് എന്റെ രാജ്യമാണ്, അല്ലെ, എന്ന് പറയും. ഇത് എന്റെ രാജ്യമാണ്, ഇത് എന്റെ സ്വത്താണ്, അല്ലെ, ഇത് എന്റെ സ്വത്താണ്, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല, അല്ലെ, എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങോട്ട് കയറാൻ പാടില്ല, ഞാൻ വേലി ഇട്ടിരിക്കുന്നൊക്കെ പറയും. അല്ലെ? പക്ഷെ നമുക്കത് ആസ്വദിക്കാൻ കഴിയില്ല. ഇതാണ് കുഴപ്പം. പക്ഷേ ഇതെല്ലാം ഭഗവാന്റെ സ്വത്താണ്, നമുക്ക് കൃഷ്ണാബോധത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാം എന്ന് ചിന്തിച്ചാൽ കുഴപ്പമില്ല. യാന്ത്രികമായി അവിടെ സമാധാനം വരും. അല്ലെ? അപ്പോ ഇതെല്ലാം ഭഗവാന്റേതാണ്. നമുക്ക് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ, ഭഗവാനെ സേവ ചെയ്തുകൊണ്ടിരിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാല് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്, ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ട് സമാധാനം എന്താണെന്നും സമാധാനത്തിന്റെ ഫോർമുല എന്താണെന്നും നമുക്ക് അറിയില്ല. പക്ഷേ നാം സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ വൃത്തികെട്ട കാര്യങ്ങളും നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അല്ലെ? നമുക്ക് സമാധാനം വേണമെന്ന് പ്രചരണം നടത്തുന്നു. നമുക്ക് എങ്ങനെ സമാധാനം ലഭിക്കും? സമാധാന ഫോർമുല ഇതാണ്. എന്താണ്? ഭോക്താരാം യജ്ഞതപസാം സർവ്വലോക മഹേശ്വരം. അല്ലെ? പരമേശ്വരൻ കൃഷ്ണനാണ് ആസ്വാദകൻ. കൃഷ്ണനാണ് ഉടമസ്ഥൻ. കൃഷ്ണനാണ്, അല്ലെ, എല്ലാവരുടെയും സുഹൃത്ത്. ഭഗവാൻ വളരെ നല്ല സുഹൃത്താണ്. അല്ലെ? നമ്മളാണെങ്കിലോ ഒരു ശരീരം വിട്ടിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ? പക്ഷെ അവിടെയും ഭഗവാൻ എന്തായിട്ട് വരും? നമ്മുടെ സുഹൃത്തായിട്ട്, പരമാത്മാവായിട്ട് വരും. കണ്ടോ? നമ്മൾ ഒരിക്കലും വിടത്തില്ല. നമ്മൾ എവിടെ പോയാലും നമ്മൾ കൂടെ ഉണ്ടാവും. അല്ലേ? ഇനിയിപ്പോ നമ്മള്
വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു ഒരു മൃഗത്തിന്റെ ഹൃദയത്തിൽ അല്ല ശരീരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെയും ഭഗവാൻ ഇത് പന്നിയാണ് അല്ലെങ്കിൽ ഇത് പട്ടിയാണെന്ന് വിചാരിക്കില്ല. അവിടെയും ഭഗവാൻ വരും പരമാത്മാവായിട്ട്. ഓ, എന്തൊരു നല്ല സുഹൃത്താണ് അല്ലെ. അപ്പൊ അത്രയും ഇതാണ്, മേഴ്സിഫുൾ ആണ്, കരുണാമയനാണ് ആര്? ഭഗവാൻ. നമ്മൾ ഒരിക്കലും വിടത്തില്ല, നമ്മളെ കൂടെ വരും അല്ലെ. നമ്മുടെ ഈ ജന്മത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ നമ്മുടെ അടുത്ത ജന്മത്തിൽ വരുമോ? ഏയ്, അവരവർ പാട്ട് നോക്കി പോകും അല്ലേ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ നമ്മുടെ കൂടെ വരും, പരമാത്മാവായിട്ട് അല്ലെ, സുഹൃത്തായിട്ട് വരും. നമ്മൾ എവിടെ പോയാലും ഏത് ലോകത്താണെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ. ഇപ്പോ നമുക്ക് കുറെ സുഹൃത്തുക്കളെ ലഭിച്ചു എന്ന് വെച്ചോ. അതിനാൽ എനിക്ക് സമ്പത്ത് ലഭിക്കുമ്പോൾ ഞാൻ വളരെ സമ്പന്നനാണ്, എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും. പക്ഷെ നമുക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ സുഹൃത്തുക്കൾ ആരും നമ്മുടെ അടുത്തേക്ക് വരില്ല. കാര്യം എന്താണ്? ഇവൻ പൈസ ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട് അല്ലേ. എന്നാൽ ഭഗവാൻ അങ്ങനെ ഒരു സുഹൃത്തല്ല. കൃഷ്ണൻ ഒരു നല്ല സുഹൃത്താണ്. നാം ഏത് അവസ്ഥയിൽ ജീവിച്ചാലും ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പമാണ്. ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും അല്ലെ. ഒരേ മരത്തിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നതായി വേദസാഹിത്യത്തിൽ കാണും അല്ലെ. ഒരു പക്ഷി മരത്തിന്റെ ഫലം ഭക്ഷിക്കുന്നു, മറ്റേ പക്ഷി സാക്ഷ്യം വഹിക്കുന്നു, ആത്മാവും പരമാത്മാവും അല്ലെ. ആ സാക്ഷി പക്ഷിയാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ. എല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാണ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ് അല്ലെ. പക്ഷെ ആ ഫലം ഭക്ഷിക്കുന്ന പക്ഷി ആരാണ്? അത് ഞാനാണ്, നമ്മളാണ് അല്ലെ. നമ്മളാണ് ഭക്ഷിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൗതിക ലോകത്ത് എന്റെ ജോലിയുടെ ഫലം ഞാൻ ആസ്വദിക്കുന്നു. ഭഗവാൻ വെറുതെ നിരീക്ഷിക്കുന്നു, അർജുനനെ പോലെ അല്ലെ. അർജുനൻ പലതും സംസാരിച്ചു കൊണ്ടിരുന്നു, കൃഷ്ണൻ നിരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ അർജുനന് ബോധം വന്നപ്പോൾ അദ്ദേഹം കൃഷ്ണന് കീഴടങ്ങി. എന്ത് പറഞ്ഞു? ശിഷ്യസ്തേഹം ശാന്തിം പ്രപന്നം എന്ന് പറഞ്ഞു അല്ലെ. അങ്ങയുടെ ശിഷ്യനായിട്ട് ഞാൻ അങ്ങയുടെ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ അനുസരിച്ചോളാം. സ്ത്രീയൊക്കെ പറഞ്ഞപ്പോ അവസാനം ആർക്ക് മനസ്സിലായി? അർജുനനും മനസ്സിലായി. ഇപ്പോ അദ്ദേഹം എന്താ പറഞ്ഞ? ഇപ്പോ എന്റെ കർത്തവ്യത്തെ കുറിച്ച് എനിക്ക് ആശയക്കുഴപ്പത്തിലാണ്, ബലഹീനത കാരണം സമനിലയിൽ നഷ്ടപ്പെട്ടു. ഈ അവസ്ഥയിൽ എനിക്ക് ഏറ്റവും അനുയോജ്യമായത് എന്താണെന്ന് എന്നോട് വ്യക്തമായി പറയണമെന്നാണ് അല്ലെ അർജുനൻ ഭഗവാനോട് പറയുന്നു. ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു അല്ലെ, എനിക്കത് പറഞ്ഞു തരണം. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങേക്ക് കീഴടങ്ങിയ ആത്മാവാണ്, ദയവായി എന്നെ ഉപദേശിക്കുക എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് അല്ലെ. ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിലുണ്ട്, ശിഷ്യസ്തേഹം ശാന്തിമം പ്രപന്നം. അതുപോലെ ആയിരിക്കണം നമ്മൾ. എല്ലാത്തിനും ഭഗവാനെ നമസ്കരിച്ചിട്ട് ഭഗവാനെ സറണ്ടർ ചെയ്തിട്ട് പറയണം അല്ലെ. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് അങ്ങ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ വഴി പറഞ്ഞു തരിക, നല്ല വഴി പറഞ്ഞു തരാം. എനിക്ക് ആകെ കൺഫ്യൂഷനാണ് അല്ലെ. ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, എനിക്കത് എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എന്റെ മനസ്സ് ശുഷ്കിച്ച മനസ്സുകൊണ്ട് എനിക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഭഗവാനെ. അങ്ങ് എന്നെ നേരെ വഴിക്ക് തെളിയിക്കണം എന്ന് പറയാണ് അല്ലെ. അപ്പൊ അതാണ് പരമാത്മാ. അല്ലയോ ഭഗവാൻ കൃഷ്ണ, ഞാൻ അങ്ങേക്ക് കീഴടങ്ങുന്നു അല്ലെ, ഇപ്പോൾ എന്നെ സംരക്ഷിക്കും, എനിക്ക് ഉപദേശം തരൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ അവസരത്തിനായി കാത്തിരിക്കുക. നമ്മളൊന്ന് പറഞ്ഞാൽ മതി അല്ലെ, ഭഗവാൻ അങ്ങോട്ട് തുടങ്ങും അല്ലെ നമ്മളെ സംരക്ഷിക്കാനായിട്ട്. അതിനാൽ ഇതാണ് കൃഷ്ണാപൂരത്തിന്റെ സൂത്രവാക്യം. എന്താണ്? ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി പൃച്ഛതി. എല്ലാ യാഗങ്ങളുടെയും തപസ്സുകളുടെയും ആത്യന്തിക ലക്ഷ്യമായി എന്നെ അറിയുന്ന ഋഷിമാർ, എല്ലാ ഗ്രഹങ്ങളുടെയും ദേവതകളുടെയും പരമാത്മാവ്, എല്ലാ ജീവജാലങ്ങളുടെയും ഉപകാരിയും അഭ്യുദയകാംക്ഷിയും ഭൗതിക ദുരിതങ്ങളുടെ വേദിയിൽ നിന്ന് ശാന്തി നേടുന്നു അല്ലെ. നമുക്ക് പലതരത്തിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലെ. ചിലര് മിത്രങ്ങളായിരിക്കും, ചിലര് സുഹൃത്തുക്കളായിരിക്കും അല്ലെ, ചിലര് കുറച്ചുകൂടെ അടുത്ത് വരുന്നവരായിരിക്കും. പക്ഷെ ഇവരെയൊക്കെ ആരെ നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ ഏറ്റവും ഉപരിയായിട്ട് ആരാണുള്ളത്? നമുക്ക് സുഹൃത്തായിട്ട് നമ്മൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും, ജന്മാന്തരങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവുന്നത് ഭഗവാൻ മാത്രമാണ് അല്ലെ. പക്ഷെ നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു ശരി പ്രയാസമുണ്ട് അല്ലെ. അതെന്നാണോ നമുക്ക് ആ ഒരു ആശങ്ക മാറി നമ്മുടെ മനസ്സ് തെളിയുന്നത്, നമ്മുടെ ഹൃദയം തെളിയുന്നത്, അന്ന് നമുക്ക് ഭഗവാനെ ആ സുഹൃത്തായിട്ട് അല്ലെ. ഇപ്പോ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ഉള്ളിൽ അല്ലെ. ഇനി എങ്ങാനും ഭഗവാൻ നമ്മളെ വിട്ടു പോയാലോ, ചുമ്മാ പറയുന്നതാണെങ്കിലും അല്ലെ, ചിലപ്പോൾ രക്ഷിച്ചില്ലെങ്കിലോ എന്നൊക്കെയുള്ള ഒരു പ്രയാസമാണ്, എന്നൊക്കെയുള്ള ഒരു ഒരു സംശയമാണ്. സംശയങ്ങളുടെ രോഗികളാണ് നമ്മളെല്ലാവരും അല്ലെ. കാര്യം എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറത്തില്ല. ഇനി എങ്ങാനും സംഭവിച്ചില്ലെങ്കിലോ അല്ലെ. നമ്മൾ ചിലരോടൊക്കെ എത്ര പറഞ്ഞാലും
ഭഗവാൻ കൃഷ്ണനെ മാത്രം എന്താണ് ഭജിച്ചാൽ മതി, നിങ്ങൾക്ക് എല്ലാ ദൈവങ്ങളുടെയും ഇത് കിട്ടും എന്ന് പറയുമ്പോ, ഛേ, ഇനി എങ്ങാനും എന്നാലും കുറച്ച് വച്ചേക്കാം അല്ലേ. നമ്മുടെ പൂജാമുറിയിൽ അൽത്താറിൽ ശിവനെയും പാർവതിയും ലക്ഷ്മിയും പിന്നെ മുരുകനെയും അയ്യപ്പനെയൊക്കെ വച്ചേക്കാം അല്ലേ. ഇനി എങ്ങാനും ഈ കൃഷ്ണന് പറ്റിയില്ലെങ്കിലോ അവരെങ്കിലും സഹായിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടാണ്. എന്താണ്, നമുക്ക് അത്രയ്ക്കുള്ളൊരു വിശ്വാസം അങ്ങോട്ട് വന്നിട്ടില്ല. ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവാൻ മാത്രം മതി എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്ക് വരുള്ളൂ. അതെന്നാണോ വരുന്നത് അന്ന് നമ്മൾ രക്ഷപ്പെടും. അന്ന് നമ്മളെ ഭഗവാൻ നമ്മളെ മുറുക്കി പിടിച്ചോളും അല്ലേ. സംശയത്തോടു കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഭഗവാനും വെയിറ്റ് ചെയ്യും, വരട്ടെ അല്ലേ. നമ്മുടെ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് അല്ലേ, എന്താണ്, ദ്രൗപദി കംപ്ലീറ്റ് സറണ്ടറിങ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത് അല്ലേ. ഒരു കൈ ഇങ്ങനെ ഇടുപ്പിൽ പിടിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് കൃഷ്ണ 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 എന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചത്. അടുത്തിരുന്ന ലക്ഷ്മി തട്ടിയിട്ട് ചോദിച്ചു, അയ്യോ എന്ത് മനുഷ്യ, നിങ്ങൾ പോകത്തെന്ത്, നീ അവിടെ കിടന്ന് വിളിക്കുന്നില്ല, കണ്ടില്ലേ ഒരു കുഞ്ഞു അവിടെ കിടന്ന് വിളിക്കുന്നുണ്ടല്ലേ, മകളെ രക്ഷിക്കണ്ടേ, വിളിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇല്ല, വരട്ടെ, സമയമായിട്ടില്ല, അവൾ എന്താ ചെയ്യണമെന്ന് നോക്ക്. ഇപ്പോഴും അവൾക്ക് അവളുടെ ഒരു ആത്മവിശ്വാസമുണ്ട്, എനിക്ക് എന്നെ കൊണ്ട് എന്നെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളൊരു പകുതി ആത്മവിശ്വാസമുണ്ട് അല്ലേ. മുഴുവൻ എന്നിൽ സറണ്ടർ ചെയ്യട്ടെ, മുഴുവൻ എന്നിൽ അർപ്പിക്കട്ടെ, അപ്പൊ ഞാൻ പോകുന്നു അല്ലേ. അവസാനം ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കൈ വിട്ടിട്ട് 2 കൈയും പൊക്കിയിട്ട് കൃഷ്ണ എന്ന് വിളിച്ചത് അല്ലേ. ഓടി ഭഗവാൻ അപ്പൊ എത്തി. അല്ലേ, ഉടയാടയൊന്നും എടുത്തില്ല, അതിന് മുമ്പേ ഇനി എത്തി. ഒരു ഫാക്ടറി തന്നെ ഇട്ടു കൊടുത്തു അല്ലെ, എന്താണ്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെ ഇട്ടു കൊടുത്തു അല്ലേ. ദുശാസനന്റെ എന്താണ് കട്ടപ്പുകയായി. ഇത് മുഴുവൻ വലിച്ച് താഴെ ഇട്ടപ്പോൾ തന്നെ പുള്ളി ബോധം കിട്ടു അല്ലേ. അപ്പൊ അതാണ് ഭഗവാൻ, നമ്മളെ നോക്കും, നമ്മളെ പരീക്ഷിക്കും അല്ലെ. അവൾ എന്തുമാത്രം നമ്മള് സറണ്ടർ ആയിട്ടുണ്ട് എന്ന് നോക്കും, എന്തുമാത്രം സേവയാണ് അവര് എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് നോക്കും, എത്ര ആത്മാർത്ഥതയാണ് അതിനകത്തുണ്ടെന്ന്, എത്ര ആത്മാർത്ഥത നമ്മൾ കാണിക്കുന്നോ, എത്രമാത്രം സേവ നമ്മൾ ചെയ്യുന്നോ, എത്രമാത്രം നമ്മൾ സറണ്ടർ ചെയ്യുന്നു, എത്ര പെർസെന്റേജ് നമ്മൾ സറണ്ടർ ചെയ്യുന്നു, അതിനനുസരിച്ച് ഭഗവാൻ നമുക്ക് നമുക്ക് റിപ്ലൈ തരും. അതിനനുസരിച്ച് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും. മനസ്സിലായില്ലേ. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ 10 സ്റ്റെപ്പ് ഭഗവാൻ എടുക്കുന്ന പറയാം അല്ലെ. കാര്യം എന്താണ്, എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ഒറ്റ താല്പര്യം മാത്രമാണ് ആർക്ക്, ഭഗവാനും. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാല് ഭഗവാൻ അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും നമുക്ക് തരും. ആത്മാർത്ഥത നോക്കും അല്ലെ. വേറെ ആർക്കും അത് അളക്കാൻ പറ്റില്ല, പക്ഷെ ഭഗവാന് ഭാവഗ്രാഹി ജനാർദ്ദനായ ഭഗവാന് നമ്മുടെ ഉള്ളിലുള്ള എന്തുമാത്രം ആത്മാർത്ഥതയാണെന്ന് കറക്റ്റായിട്ട് അളക്കാൻ പറ്റും. അവിടെ സ്കെയിലൊന്നും വേണ്ട, പുള്ളിക്കാരൻ ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലെ. ഓരോ കാര്യവും നമുക്ക് അവിടെ ഒളിക്കാൻ പറ്റില്ല, ഒരു സംശയം വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സമീപിക്കാൻ പറ്റില്ല. കാര്യം അത് അപ്പം കണ്ടുപിടിക്കും, നമുക്ക് ഒരു റിസൾട്ട് കിട്ടില്ല. അത് തന്നെ അല്ലെ. ചിലർ പറയുന്നില്ലേ, ഞാൻ ഇത്രയും കാലം ജപിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല. കാര്യം എന്താണ് കിട്ടാത്തത്, ആ ജപത്തിലൊന്നും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല അല്ലെ. ആരോ 16 റൗണ്ട് ജപിക്കാൻ പറഞ്ഞു, ഞാനും ജപിക്കുന്നു, അത്രയാണ്. എങ്ങനെയെങ്കിലും ഇത് തീർന്നാൽ മതി എന്ന് പറഞ്ഞാണ് ജപിക്കുന്നത്. അങ്ങനെ ജപിച്ചിട്ട് ഒരു കഥയുമില്ല അല്ലെ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഈ 3 തീർച്ചയായിട്ടും ഉണ്ടാവണം നമ്മൾ സ്മരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജപിക്കുമ്പോൾ. അതില് എവിടെയെങ്കിലും ഒരെണ്ണം വിട്ടുപോയി കഴിഞ്ഞാൽ അതിലെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് എന്താണ്, ശക്തി ഇല്ല എന്നല്ല, അല്ലെങ്കിൽ അതിന് ഫലമില്ല എന്നല്ല, ഫലമുണ്ട്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന എഫക്റ്റീവ് ആവില്ല എന്നർത്ഥം. ആ ഡിഗ്രിയിലേക്ക് അല്ലെങ്കിൽ എന്താണ് ആ തലത്തില് അത് എത്തത്തില്ല. നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് അത് അവിടെ നമ്മൾ എത്തത്തില്ല എന്നാണ് അല്ലേ. അപ്പൊ നമ്മള് ഒരു പ്രാവശ്യം പറയുന്നതിന് പകരം 150 പ്രാവശ്യം പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാലേ ആ ഒരു പ്രാവശ്യം പറഞ്ഞതിന്റെ ഉപയോഗം വരുത്തുള്ളൂ അല്ലേ. ഒരു പ്രാവശ്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് വേണ്ടത് അല്ലെ. നമ്മളിപ്പോ 16 റൗണ്ട് ജപിക്കുന്നു, നമ്മൾ ഒരു ദിവസം വേണമെങ്കിൽ വിശകലനം ചെയ്യാം അല്ലെ. ഈ 16 റൗണ്ടിൽ ഞാൻ എത്ര റൗണ്ടാണ് ആത്മാർത്ഥമായിട്ട് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം വച്ചിട്ട് നമ്മൾ ചെയ്തതെന്ന് ആലോചിക്കാം അല്ലെ. നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ എന്താണ് ആലോചിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം അല്ലെ. നമുക്ക് അറിഞ്ഞാത്തൊണ്ടല്ല, അറിഞ്ഞാന്ന് ഭാവിക്കുന്നത്. ഇന്ന് മുതൽ നോക്കിക്കോ അല്ലെ. നമ്മൾ ഒരു മാല ജപിക്കുമ്പോൾ അതിൽ എത്ര മുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഭഗവാനെ ആലോചിച്ചത്, വിഷ്ണു സ്മരണം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ നോക്കണം അല്ലെ. നമ്മൾ പല കാര്യങ്ങളാണ് മാല എടുക്കുമ്പോഴാണ് പല കാര്യങ്ങൾ. ഇന്നിപ്പോ ദോശ ഉണ്ടാക്കണോ ഇഡ്ഡലി ഉണ്ടാക്കണോ അല്ലെ, ഓരോന്ന് ആ സാധനമില്ല, തേങ്ങ അരയ്ക്കണം, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിൽ വരുന്നത്. കണ്ണൊക്കെ അടച്ചിട്ടുണ്ടാവും ചിലപ്പോ, പക്ഷെ നമ്മളെ ചിന്ത വേറെ എവിടെയാണ്, ഭഗവാനിലല്ല. പ്രത്യേകം പറയുന്നുണ്ട്, എന്താണ്, എന്തെങ്കിലും സ്മരിച്ച പോലെ പിന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വിഷ്ണു സ്മരണം, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. ഭഗവാൻ അറിയാം നമ്മൾ പറ്റിക്കുമെന്ന് അതുകൊണ്ടാണ് വിഷ്ണു സ്മരണം പ്രത്യേകം പറഞ്ഞത്.
അല്ലെങ്കിൽ ഭഗവാനെ ശ്രവണം, കീർത്തനം, സ്മരണം എന്ന് പറഞ്ഞ പോലെ ശ്രവണം, കീർത്തനം വേറെ എന്തെങ്കിലും സ്മരിച്ചാൽ പോലെ വിഷ്ണു സ്മരണം തന്നെ വേണം. കാര്യം എന്താണ്? നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സ്മരണ ഉണ്ടാവും. ആ സ്മരണയൊക്കെ മാറ്റിയിട്ട് അവിടെ വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കണം, അല്ലെ? എങ്കിൽ മാത്രമേ ഇത് എഫക്റ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ മുത്തിലെയും ഇങ്ങനെ പിടിക്കുമ്പോ ഇത് മൂന്നും വരണം. ശ്രവണം വരണം, കീർത്തനം വരണം, അല്ലെ? നമ്മൾ കേൾക്കണം, ഉറക്കെ പറയണം, അല്ലെ? എങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്മരിക്കാൻ വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ആ ചാൻഡിങ്ങിന് എഫക്റ്റ് ആവൂ, അല്ലെ? എന്നും പറഞ്ഞിട്ട് എനിക്കിത് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് ചെയ്യണ്ട എന്ന് വിചാരിക്കുള്ളൂ. നമ്മൾ ആ എൻഡവർ ഉണ്ടാവണം, അല്ലെ? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ശ്രമിച്ച് ഒരു ദിവസം നമുക്കിത് സാധ്യമാവും, അല്ലെ? ആർക്കും സാധ്യമാവില്ല എന്ന് വാദിക്കേ വേണ്ട, എല്ലാവർക്കും സാധിക്കും. നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമില്ല. ഭഗവാന് അതിനുവേണ്ടി നമ്മളെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തുമാത്രം ആത്മാർത്ഥത അങ്ങോട്ട് കൊടുക്കുമോ അതിന്റെ 10 ഇരട്ടി ആത്മാർത്ഥമായിട്ട് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും. ശ്രമിച്ചോളൂ, അല്ലെ? ശ്രമിച്ച് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ ആത്മാർത്ഥത കുറവാണെന്ന് അർത്ഥം. അത് മാത്രമേ ഉള്ളൂ ഉത്തരം, അല്ലെ? തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും. ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതെല്ലാം നമ്മൾ ഫ്രണ്ടിൽ നിൽക്കും, അല്ലെ? നമ്മൾ പോലും അറിയത്തില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ചതല്ലേ ഉള്ളൂ. അതാണ് ഭഗവാൻ. കാര്യം ഭഗവാൻ അറിയാം നമുക്ക് എന്താ വേണ്ടത്, അല്ലെ? അപ്പൊ എല്ലാ യാഗങ്ങളുടെയും തപസ്സുകളുടെയും ആത്യന്തിക ലക്ഷ്യമായി എന്നെ അറിയുന്ന ഋഷിമാർ, എല്ലാ ഗ്രഹങ്ങളുടെയും ദേവതകളുടെയും പരമാത്മാവ്, എല്ലാ ജീവജാലങ്ങളുടെയും ഉപകാരിയും അഭ്യുദയകാംക്ഷിയും ഭൗതിക ദുരിതങ്ങളുടെ വേദനയിൽ നിന്ന് ശാന്തി നേടും, അല്ലെ? നമുക്ക് ശരിക്കും സമാധാനം വേണമെങ്കിൽ ഇതാണ് ഫോർമുല, മറ്റൊരു ഫോർമുലയും ഇല്ല. നമ്മൾ വേറെ ഏതൊക്കെ ഫോർമുല അന്വേഷിച്ച് പോയി കഴിഞ്ഞാലും അതിലൊന്നിലും തന്നെ, അല്ലെ, ഒരു ഉപയോഗം ഉണ്ടാവില്ല. ഇതാണ് ഫോർമുല. എന്ത് വേണം? ഇതെല്ലാം ഭഗവാന്റെ സ്വത്താണ്, എനിക്ക് തൽക്കാലമായിട്ട് തന്നിരിക്കുകയാണ്, ഇതൊന്നും എന്റേതല്ല, അല്ലെ? ഭഗവാനാണ് എല്ലാത്തിന്റെയും ആസ്വാദകൻ, എനിക്കല്ല, ഞാനല്ല ആസ്വാദകൻ, അല്ലെ? അദ്ദേഹം ആണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ. ഭഗവാൻ ഏകമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്താണ്, അല്ലെ? നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്രമാണ്, അല്ലെ? എന്നും പറഞ്ഞ് നമുക്കിപ്പോൾ ഉള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു വിടണമെന്നല്ല, അല്ലേ? അവരൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെ? ആ ലിമിറ്റ് വരെ അവർ വരത്തുള്ളൂ, അല്ലെ? നമ്മളിപ്പോ മരിച്ചാൽ തന്നെ നമ്മളിപ്പോ ഈ ലോകം അല്ല ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ തന്നെ ആ ഭാര്യയും, അല്ലെ, മക്കളൊക്കെ എവിടം വരെ എത്തും? ആ പഠിക്കൽ മാത്രമേ വരികയുള്ളൂ. അവർക്ക് അവിടെ നിന്ന് അലമുറയിട്ട് കരയാനേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ പിന്നെ ഒറ്റയ്ക്കാവുള്ളൂ, അല്ലെ? എന്താണ്, കുഴിമാടം വരെ മകന് വരാൻ പറ്റും. മകൻ നമ്മളെ കുഴിമാടം വരെ വരും. കാര്യം അവനാണ് എന്താണ് ഈ ബാക്കിയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാലോ നമ്മൾ ഒറ്റയ്ക്കല്ലേ? അപ്പൊ അതിനൊക്കെ ഇപ്പൊ ഏത് സുഹൃത്തുക്കളാണെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അല്ലെ? എപ്പോഴും അറിഞ്ഞു സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വ. ഈ രഹസ്യം മനസ്സിലാക്കുന്ന ഒരാൾ സന്തോഷവാനാണ്, വളരെ പ്രസന്നാത്മനാണ്, അല്ലെ? പ്രസന്നാത്മാവ്, അല്ലെ? പ്രസന്നാത്മാവ് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കും. അവർക്ക് സമാധാനം ലഭിക്കും, അല്ലെ? അവർക്ക് മാത്രമേ സമാധാനം ലഭിക്കൂ. നമ്മുടെ ഒരു ക്വാളിറ്റി അതാണ്. എന്താണ്? എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്ന് ഇരുന്നുകൊണ്ട് വലിയ ഉപയോഗമുണ്ടോ? ഇല്ലേ? ആർക്കെങ്കിലും നല്ല ഉപയോഗമുണ്ടോ? നമ്മൾ ചിരിച്ചു കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒരു സന്തോഷം ഉണ്ടാവും. ഭഗവാൻ എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നതാണ് കാണാനാണ് സന്തോഷം, അല്ലെ? നമ്മൾ അവിടെ പോയിരുന്ന് കരഞ്ഞു വിളിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഒട്ടും ഇഷ്ടമല്ല. അത് ഭഗവാന്റെ ഒരു ക്വാളിറ്റിയാണ്. എന്താണ്? അതൊരു എന്താ പറയാ, ക്വാളിറ്റി എന്നോ അല്ലെങ്കിൽ വേറെ ഒരു സ്വഭാവമാണെന്നൊക്കെ പറയാം. എന്താണ്? നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരുന്ന് കാണാനാണ് ഭഗവാന് സന്തോഷം, അല്ലെ? നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ ഭഗവാൻ അറിയാൻ പറ്റും. അത് നമ്മൾ വെളിയിൽ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെന്നിട്ട് നമ്മൾ സന്തോഷമായിട്ട് കാര്യം പറയാം. എന്നിട്ട് പോരാ, ഭഗവാൻ ബാക്കി അറിയാം. നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം ഭഗവാൻ അറിയാൻ പറ്റും. നമ്മൾ അവിടെ പോയി ഓരോന്നായിട്ട് വെള്ളം വേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ്, അല്ലെ? അപ്പോ അതാണ് സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വം. ഈ രഹസ്യം മനസ്സിലാക്കുന്ന ഒരാൾ വളരെ സന്തോഷവാനായിരിക്കും, അല്ലെ? അവന് സമാധാനം ലഭിക്കും. ഹരികൃഷ്ണ. ഇത്രയേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ നഷ്ടം നമുക്ക് ഈ ക്ലാസ്സിൽ നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഭഗവത്ഗീത ബുക്ക് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഭഗവത്ഗീത ബുക്ക് ഇവിടെ എടുത്തു വെച്ചു. തുറന്നപ്പോഴത്തേക്ക് പ്രഭു എടുത്തു വെച്ച് 5-ാം അധ്യായം തന്നെ വന്നു. പക്ഷെ ശ്ലോകം 14-ാമത്തേതാണ് വന്നത്.
പിന്നെ ഇതിനകത്ത് പ്രഭു ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രഭു. ഈ ചോദിച്ചോളൂ. യമം നിയമം എന്ന് പറയുന്നത് പിന്നെ അതായത് അഷ്ടാംഗ യോഗം 8 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നിയമം എന്ന് പറയുന്നത് ഈ നമ്മൾ സാധാരണ യമനിയമങ്ങൾ പാലിക്കുക എന്ന് പറയുമല്ലോ ഇതിനകത്ത് നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് വരുമ്പോഴത്തേക്ക്. അതായത് നമ്മൾ ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് മദ്യപാനം പാടില്ല, പിന്നെ ചൂതുകളി പാടില്ല, യമനിയമങ്ങൾ പാലിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ സെയിം ആണോ ഈ നിയമം എന്ന് പറയുന്നത്? അതേ ഇതിൽ നിന്നും വ്യത്യസ്തമാണോ പ്രഭു? ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു വൈഷ്ണവനെ സംബന്ധിച്ചിടത്തോളം യമനിയമങ്ങൾ എന്ന് പറയുന്നത് ആ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ആണ്. അത് മാത്രം പാലിച്ചാൽ മതി. പ്രഭു പറഞ്ഞത് കറക്റ്റ് തന്നെ. ഹരേ കൃഷ്ണ. ഹരേ പിന്നെ കൃഷ്ണ. പറയുന്നുണ്ട് ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഹരേ അത് കൃഷ്ണ. അഷ്ടാംഗ യോഗത്തിന്റെ ഓരോ ലെവലുകളാണ് പ്രഭു. നമ്മൾ ആ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ അഷ്ടാംഗ യോഗം എടുക്കുന്നില്ലല്ലോ. ഭഗവാൻ ഇല്ല. അർജുനന് വേണ്ടി ഭഗവാൻ ഓരോന്നായിട്ട് അർജുനന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ആണ് നല്ലത്, അല്ലെ? ജ്ഞാനയോഗത്തിനെ പറയുന്നുണ്ട്, അഷ്ടാംഗ യോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? അവസാനമാണ് അദ്ദേഹം ഭക്തിയോഗത്തിനെ കുറിച്ച് പറയുന്നത്. നീ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? ഭക്തിയോഗത്തിലേക്ക് വന്നാൽ മതി. നീ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? ശ്വാസം പിടിച്ചിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ആഹാരം കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ ഭക്തിയോഗത്തിൽ വന്നാൽ മതി എന്നാണ് അവൻ അവസാനം പറയാം. അതിൽ പറയുന്നുണ്ട്, ബുദ്ധിയുള്ളവർ എന്താ ചെയ്യുക? ഭക്തിയോഗം സെലക്ട് ചെയ്യുക. അതുകൊണ്ടാണ് വൈഷ്ണവരായിട്ടുള്ള നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്? ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പോകും. നമുക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലിഫ്റ്റിൽ കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് ഭക്തിയോഗം. അതാണ് ഭക്തിയോഗത്തിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ഈ കടന്ന് 100 സ്റ്റെപ്പ് നമ്മൾ സ്റ്റെപ്പ് കയറി പോകേണ്ട ആവശ്യമില്ല. ഈ അഷ്ടാംഗ യോഗം എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ശരീരത്തിന് നമ്മൾ വെറുതെ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല. അവിടെ അതുവഴി പോയാലും ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും. എല്ലാം ഭഗവാന്റെ അടുത്ത് എത്താനുള്ള വഴികളാണ്. ഇപ്പൊ ജ്ഞാനയോഗമാണെങ്കിലും അഷ്ടാംഗ യോഗമാണെങ്കിലും മറ്റേ കർമ്മയോഗമാണെങ്കിലും ഏത് യോഗത്തിലൂടെ നമുക്ക് ഭഗവാനിലെത്താം. പക്ഷെ അതൊക്കെ വളരെ കഷ്ടപ്പാടുള്ള കാര്യങ്ങളാണ്, അല്ലെ? നമുക്ക് ഭഗവാൻ വളരെ ഈസി ആയിട്ട് അർജുനിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് ഭക്തിയോഗമാണ്, അല്ലെ? നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. പ്രഭു ഇപ്പൊ പറഞ്ഞതുപോലെ ആ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് മാത്രം നോക്കി, ആ നിയമങ്ങൾ മാത്രം നോക്കി, അല്ലെ? ഭഗവാന്റെ നാമം പറയുക, അല്ലെ? സത്സംഗത്തിൽ ഏർപ്പെടുക, നമ്മുടെ പ്രഭാതിന്റെ മുന്നിന്റെ അറ്റത്ത് പിടിക്കുക, നമുക്ക് തീർച്ചയായിട്ടും സുഖമായിട്ട് പോകാൻ പറ്റും. ഇറ്റ് ഈസ് വെരി വെരി ഈസി. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പുറകോട്ട് ഇനി പോയിട്ട് ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഹരേ കൃഷ്ണ. മനസ്സിലായ പ്രഭു? ഹരേ കൃഷ്ണ. ഹോപ്പ് യു ഹാപ്പി. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി, എന്റെ പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി, ടോട്ടൽ യമനിയമങ്ങൾ എത്രയാണ്? 26 ആണെന്ന് തോന്നുന്നു, അല്ലെ? അത് പ്രഭുപാദ് 4 ആക്കി കുറച്ചിരിക്കുകയാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. നമ്മൾ 4 മാത്രം നോക്കുന്നുണ്ട്. അതെ അതെ, അത് ഇപ്പൊ കലികാലത്തില് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പ്രഭുപാദ് 4 ആക്കി എന്നാണ് കേട്ടിരിക്കുന്നത്. അതൊക്കെ അവര് വളരെ മെർസിഫുൾ ആണ്, വളരെ മെർസിഫുൾ ആണ്. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് തന്നിട്ടുള്ളൂ, അല്ലെ? നമ്മളെ കൊണ്ട് പറ്റാത്തത് തന്നിട്ടേ ഇല്ല, അല്ലേ? കാര്യം ഇതെല്ലാം നമുക്ക് സുഖമായിട്ട് നിവർത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 26ലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. 26ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആർക്കും പറ്റത്തില്ല, അല്ലേ? നമ്മള് ഭക്തിയൊക്കെ വിട്ടിട്ട് ഓടിക്കളയും. അത്രയ്ക്കും വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ പ്രഭുപാദർ അതെല്ലാം ക്രോഡീകരിച്ചിട്ട് 4 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ 4 മാത്രം നമ്മൾ ചെയ്താൽ മതി, അല്ലെ? എന്തിനാ 64 റൗണ്ടാണ് നമ്മൾ ഒരു ദിവസം ജപിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ, അല്ലെ? അത് പിന്നെ അദ്ദേഹം 32 ആക്കി. അതും പറ്റാത്ത വന്നപ്പോൾ നമ്മൾ അത് 16 ആക്കി തന്നു. ഗുരു എന്താണോ പറയുന്നത് നമ്മൾ അതങ്ങ് സ്വീകരിച്ചാൽ മാത്രം മതി. പലരും ചോദിക്കും, ഈ 16 നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയോ, അല്ലെ? ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും ഇത് ടച്ചുടയ്ക്കണം, അല്ലെങ്കിൽ ഇത് അല്ല എന്ന് സ്ഥാപിക്കണം. അതിനുവേണ്ടി ആൾക്കാർ ഇങ്ങനെ റെഡിയായി നടക്കുക. അവരെ അങ്ങനെ ഉള്ളവർ ചോദിച്ചവരാണ്, ഇതാരാ പറഞ്ഞത് നിങ്ങൾ 16 റൗണ്ട് ജപിച്ചാൽ മതി? നമ്മുടെ ഗുരു എന്ന് പറയുന്നത്, നമ്മുടെ ആത്മീയ ഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. നമുക്കൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഭഗവാനെ കാണാനോ അടുക്കാനോ പറ്റത്തില്ല, അല്ലെ? അതിന് നമുക്കൊരു ആള് നമ്മുടെ കൂടെ കൊണ്ട് നടക്കാനുള്ള, നമുക്ക് ഉപദേശങ്ങളൊക്കെ തരാനായിട്ട് ഒരാൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ആത്മീയ ഗുരു. നമ്മുടെ ആത്മീയ ഗുരു എന്താണോ പറയുന്നത് അത് കണ്ണുപടച്ചങ്ങോട്ട് പാലിച്ചാൽ മാത്രം മതി. ധ്രുവ മഹാരാജ്, അല്ലെ? ധ്രുവനായിരുന്ന 5 വയസ്സായ ധ്രുവൻ കാട്ടിലൂടെ നടന്നു പോയപ്പോഴാണ് നാരദമുനിയെ കണ്ടത്. നാരദമുനി എന്ത് ഉപദേശിച്ചു അത് മാത്രമേ അദ്ദേഹം ചെയ്തു.
ആദ്യം ഇതൊക്കെ പിന്തിരിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ട്, എനിക്കിത് ഭഗവാനെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള ആ ഒരു എന്താണ് ആ ക്ഷത്രിയ ആ സ്വഭാവം, അല്ലെങ്കിൽ ആ ഒരു വാശി, അല്ലെങ്കിൽ ആ ദൃഢനിശ്ചയം കണ്ടപ്പോഴാണ് നാരദന് മനസ്സിലായത്, ആ യവന് അങ്ങനെയൊന്നും പോകുന്നതല്ല, അവന് നേരെ വഴിക്ക് തന്നെ പോകും അല്ലേ. എന്നാ പിന്നെ കുഞ്ഞിത് ചെയ്താൽ മതി, അവിടെ പോയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ അല്ലേ. അദ്ദേഹത്തിന് ധ്രുവന് ഭഗവാനെ കാണാൻ പറ്റും. അപ്പോ എന്താണോ ഗുരു നമുക്ക് ഉപദേശിച്ചു തരുന്നത് അത് അങ്ങോട്ട് സ്വീകരിക്കുക. അതിൽ തെറ്റും ശരിയും നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹം എന്താണ് 16 റൗണ്ട് ജപിക്കാൻ പറഞ്ഞു, നമ്മൾ 16 റൗണ്ട് അത് ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഭഗവാന് വേദവാക്യം എന്ന് പറയുന്നത് ഗുരു പറയുന്നതാണ്, ഗുരു നമ്മളോട് പറയുന്നതാണ് ഭഗവാൻ വേദവാക്യം. അത് ഭഗവാൻ പറഞ്ഞതായിട്ട് ഭഗവാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തോളൂ. എന്റെ കുഞ്ഞ് പറഞ്ഞു കൊടുത്തതല്ലേ എന്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെ. അപ്പോ അത് ഞാൻ അക്സെപ്റ്റ്. അപ്പൊ അതാണ് ശുദ്ധഭക്തന്മാരുടെ ഒരു 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 ഇതെന്ന് പറയും. കാര്യം അവരെന്ത് പറഞ്ഞാലും അതാണ് സത്യം. അവർ എന്താണോ പറയുന്നത്, എന്താണോ ഉപദേശിക്കുന്നത്, നമ്മൾ അത് സ്വീകരിച്ചാൽ മാത്രം മതി. അതിൽ ഇനി കിണ്ടി കിളച്ച് റിസർച്ച് ചെയ്യേണ്ട, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല അല്ലെ. വളരെ ഭവ്യതയോടുകൂടി എന്താണോ അദ്ദേഹം പറയുന്നത് അത് അതുപോലെ അനുസരിക്കുക അല്ലെ. അതിലൊരു ക്വസ്റ്റ്യൻ പാടില്ല. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ എവിടെയെങ്കിലും നമ്മുടെ മുഖത്ത് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് പോയി, തീർന്നു. അതില്ലാതെ വേണം. എന്താണോ എന്റെ ഗുരു പറഞ്ഞത്, ഗുരുമുഖത്തിൽ നിന്ന് എന്താണോ വന്നത് അത് ഞാൻ അതുപോലെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ കഴിവ് അനുസരിച്ചിട്ടല്ല അദ്ദേഹം പറയുന്നത്, നമ്മുടെ കഴിവ് അനുസരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. പക്ഷെ നമുക്ക് തോന്നും എന്നെ കൊണ്ട് പറ്റില്ലോ, എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കും അല്ലേ. പ്രഭുപാദൻ എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ സിദ്ധാന്ത സരസ്വതി, അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാക്കൂർ മഹാരാജ് അല്ലെ, അദ്ദേഹം പറഞ്ഞത് അനുസരിക്കാനാണ് അദ്ദേഹം എന്താണ് US പോയത് അല്ലെ, അന്യദേശത്തിലേക്ക് പോയത്, പാശ്ചാത്യ ദേശത്തിലേക്ക് പോയത്. ആ വയസ്സില് നമ്മളൊക്കെ ആണെങ്കിൽ മിണ്ടാതെ എവിടെയെങ്കിലും ഇട്ട് കിടന്നുറങ്ങത്തേ ഉള്ളൂ, കട്ടിലിൽ നരിക്കത്തില്ല. ആ പരുവത്തിലാണ് അദ്ദേഹം അവിടം വരെ പോയത്. എത്രയോ പ്രശ്നങ്ങൾ അതിന് വഴിക്കുണ്ടായിരുന്നു. പക്ഷെ എന്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള തേജോ വിഹാരം? എന്റെ ഗുരുനാഥൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അല്ലെ. അപ്പൊ എന്താണോ ഗുരു പറയുന്നത് അതുപോലെ അനുസരിക്കാം. പ്രഭാതം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ അദ്ദേഹത്തിന് അനുസരിച്ചാൽ മാത്രം, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലെ. നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാം നമുക്ക് ഉരുട്ടി ഇങ്ങനെ തന്നിരിക്കുക, നമ്മൾ അങ്ങോട്ട് വിഴിഞ്ഞാൽ മതി, എല്ലാം അനുസരിക്കാൻ മാത്രം ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമുക്ക് ഭഗവത് ധാമത്തിലേക്ക്, ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്താൻ പറ്റും. അതിനുള്ള എല്ലാ ക്വാളിറ്റിയും അദ്ദേഹം നമുക്ക് തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. നമ്മളത് എന്താണ് ആ പ്രാക്ടീസ് ചെയ്ത് ആ ലെവലിലേക്ക് എത്തിയാൽ മാത്രം മതി. വളരെ സിമ്പിളാണ് അല്ലേ. രാവിലെ ഇങ്ങനെ ഉരുട്ടി വിഴുങ്ങുന്നത് പോലെയാണ്, കഴിക്കുന്നത് പോലെയാണ് നമുക്കെല്ലാം തന്നിരിക്കുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട, ഓരോന്നായിട്ട് എടുത്ത് കഴിക്കുക ഓരോ സമയത്ത്, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മഹാരാജി. പ്രഭു, എനിക്ക് നമ്മുടെ 10 നാമാപരാധത്തിലെ എനിക്കൊരു ചെറിയൊരു 8ാമത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരുമോ? ഹരേ കൃഷ്ണ മന്ത്രജപത്തെ വേദങ്ങളിലെ ഫലോദിഷ്ട കർമ്മങ്ങളിലെ കർമ്മകാണ്ഡം ഒരു മംഗളകരമായ ചടങ്ങായി കരുതുന്നത്, അതൊന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരുമോ പ്രഭു? അതായത് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യസിദ്ധികൾ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. വേദങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപയോഗം കിട്ടും, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ കിട്ടും അല്ലെ. അതിനകത്ത് വേദങ്ങളില് എല്ലാ കാര്യവും പറയുന്നുണ്ട് അല്ലെ. കൂടുതൽ ആൾക്കാരും ആകർഷിക്കപ്പെടുന്നത് അതിലേക്കാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ആകാശത്തൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ അല്ലെ. ആകാശത്തിരിക്കും, അവർക്ക് അതാണ് താല്പര്യം. അത് പറ്റും അല്ലെ. സിദ്ധികൾ നമുക്ക് നേടാൻ പറ്റും. ആ സിദ്ധികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വശീകരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാനോ ഒക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. മനസ്സിലായി? അപ്പോ എന്തെങ്കിലുമൊക്കെ മറ്റു ഫല ഉദ്ദേശങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹരികൃഷ്ണ മഹാമന്ത്രം പറയാൻ പാടില്ല. അത് വിചാരിച്ചിട്ട് അല്ലെ ഹരികൃഷ്ണ മഹാമന്ത്രം പറയാൻ പാടില്ല. ഈ ഹരികൃഷ്ണ മഹാമന്ത്രം ആണെങ്കിൽ പോലും നമ്മൾ ഈ വിരൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മറ്റു സിദ്ധികൾ കിട്ടും. കാര്യം ഹരികൃഷ്ണ മഹാമന്ത്രത്തിന് ഭയങ്കര പവറാണ്, നമുക്ക് വിസ്തരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പവറാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അല്ലെ. ഇത്രയ്ക്കും പവറാണ്, എന്തും നമുക്ക് സാധിക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള സിദ്ധികൾ നമുക്ക് കിട്ടും അല്ലേ. നമ്മളിങ്ങനെ നോക്കിയാൽ പലതും ഇങ്ങനെ നമ്മൾ അടുത്തേക്ക് വരും അല്ലെ. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മതി, അങ്ങനെയൊക്കെയുള്ള ശുദ്ധികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ അല്ലെ, ഞാൻ ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് പറയുന്നത്, നിന്നെ ഇപ്പൊ കത്തിച്ചളയും എന്നൊക്കെ ചില ആൾക്കാർ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലെ. അതായത് മറ്റുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഒരിക്കലും ഹരേകൃഷ്ണ മഹാമന്ത്രം പറയാൻ പാടില്ല.
നമ്മൾ എന്തിനാ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുന്നത്? ഭഗവാനെ വാഴ്ത്തുകയാണ്, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാണ്, ഭഗവാന്റെ സ്നേഹത്തിന് വേണ്ടി, ഭഗവാന്റെ പ്രേമത്തിന് വേണ്ടിയാണ് അല്ലെ? എപ്പോഴും നമ്മൾ സദാ ഹരിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുന്നത്. ഭഗവാന്റെ സ്നേഹം, ഭഗവാന്റെ സേവ, ഇതൊരു സേവയാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുന്ന ഒരു സേവയാണ്, ഭഗവാൻ ഇഷ്ടമുള്ള ഒരു സേവയാണ് അല്ലെ? ഗ്ലോറിഫിക്കേഷൻ. അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്തിനാ? ഭഗവാന്റെ പ്രേമം പിടിച്ചു പറിക്കാനായിട്ട്, അല്ലെങ്കിൽ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട്, അല്ലെങ്കിൽ ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട്, ഭഗവാനെ സേവിക്കാനായിട്ട്. ഇത് മാത്രമായിരിക്കണം ലക്ഷ്യം, വേറൊരു ലക്ഷ്യം അതിനകത്ത് വരാൻ പാടില്ല അല്ലേ? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയം വൃത്തിയാവും അല്ലെ, നമ്മുടെ മനസ്സ് ശുദ്ധമാവും, എല്ലാം റെഡിയാവും. അത് വേറെയാണ്. അതിനുവേണ്ടി പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ മറ്റ് ഫലോദിഷ്ടം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്താണ് ഹരികൃഷ്ണ മഹാമന്ത്രൻ പറയാൻ പാടില്ല. മറിച്ച് അതൊന്നും കൂടെ ഒന്ന് വായിച്ചാൽ ക്ലിയർ ആവും കുറച്ചുകൂടെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തെ വേദങ്ങളിലെ ഫലോദിഷ്ട കർമ്മങ്ങളിലെ കർമ്മകാണ്ഡം ഒരു മംഗളകരമായ ചടങ്ങായി കരുതുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ വേറെ ഒന്നിനും നമ്മൾ അത് ചിന്തിക്കാൻ, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അല്ല, കർമ്മകാണ്ഡം എന്ന് പറഞ്ഞപ്പോഴ് ഡൗട്ട് വന്നു പ്രഭു, അതാണ്. കർമ്മകാണ്ഡത്തിൽ അതാണ്. കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്താണ്, വി വാണ്ട് ബെനിഫിറ്റ്സ്. നമ്മളെ റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതാണ് കർമ്മകാണ്ഡം എന്ന് പറയുന്നത് അല്ലെ? അത് പാടില്ല. ഇതെല്ലാം വേദത്തിൽ പറയുന്നുണ്ട്. എന്താണ്, പല തരത്തിലുള്ള വേദങ്ങളുണ്ട്. നമ്മൾ പിശാചുക്കളെ എന്താണ് ആവാഹിക്കാൻ വരെയുള്ള വേദങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രേതങ്ങളെ ആവാഹിക്കാനുള്ള വേദങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിലേക്ക് പ്രേതങ്ങളെ കൊണ്ടുവന്ന് തുള്ളിക്കാം അല്ലെ? അങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ഭഗവാന്റെ ഹരേകൃഷ്ണ മഹാമന്ത്രം മാത്രമാണ്. വേദങ്ങളിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ ഹരേകൃഷ്ണ മന്ത്രത്തിൽ കൊണ്ടുവന്നിട്ട് ആ ഫലോദിഷ്ട കൂടെ നമ്മൾ ഒരിക്കലും ഹരേകൃഷ്ണ മഹാമന്ത്രം പറയാൻ പാടില്ല. വേറെ ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം പറയുന്നത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അത്രയും മതി. ഹരേ കൃഷ്ണ.